ഹലോ. ആ, ഞാൻ വന്നോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ആ രാമമ്മ എവിടെ? മോൻ അറിഞ്ഞില്ലയോ, എന്റെ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. അറിഞ്ഞല്ലോ, ഞാൻ വന്നല്ലോ. മോളെ, എന്റെ ഭാര്യയുടെ മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഞാൻ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോവുക. നടന്ന് ഞാൻ കുഴഞ്ഞ്. അതിനെന്തിനാ ഇനി പഞ്ചായത്ത് ഓഫീസിൽ പോണത്? നമ്മുടെ സർക്കാർ എല്ലാം വിരൽത്തുമ്പിൽ തന്നിട്ടില്ലേ? ജനന മരണ സർട്ടിഫിക്കറ്റ്, വസ്തുവിന്റെ കരം, ബിൽഡിംഗ് ടാക്സ്, ബിൽഡിംഗ് പെർമിറ്റ്, ലൈസൻസ് പെർമിറ്റ് എന്നിങ്ങനെയുള്ള സാധാരണക്കാരന് ആവശ്യമുള്ളതെല്ലാം, അമ്മാവനടക്കമുള്ള നമ്മുടെ സാധാരണക്കാർക്ക് ആവശ്യമുള്ളതെല്ലാം വിരൽത്തുമ്പിൽ തന്നിട്ടുണ്ട്. കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ചെയ്താൽ മതി. ഇതാ നോക്കൂ, ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര കാര്യമേ ഉള്ളൂ. ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ജനന മരണ സർട്ടിഫിക്കറ്റും എല്ലാം അമ്മാവന് കിട്ടും. ഇതിന് പഞ്ചായത്ത് ഓഫീസിൽ ഈ പൊരുവയിലത്ത് നടന്നു പോവേണ്ട കാര്യവുമില്ല. ഇത് നമ്മുടെ സർക്കാരിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ സർക്കാർ വികസിത സർക്കാരാണ്. വികസിത കേരളമാണ് നമ്മുടെ സർക്കാർ കാഴ്ചവെക്കുന്നത്. അതിനുള്ള ഉദാഹരണമാണ് അമ്മാവ ഈ ആപ്പ്, കെ സ്മാർട്ട് ആപ്പ്, കെ സ്മാർട്ട് വെബ്സൈറ്റ്. വീട്ടിലെത്തും സർട്ടിഫിക്കറ്റ്. അമ്മാവൻ ധൈര്യമായി വീട്ടിൽ മുറുക്കിയ സമാധാനമായി. സാർ, ഇരിക്കല്ല പ്രശ്നം. ഞാൻ 3 മാസം മുമ്പ് ഒരു കെട്ടിടത്തിൻ്റെ പെർമിറ്റിന് വേണ്ടി, ഒരു വീട് നിർമ്മിക്കുന്നതിന് ഒരു പെർമിറ്റിന് വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തായിരുന്നു. അപേക്ഷ കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ പലതവണ ഇവിടെ വന്ന് കയറിയിട്ടും ഇവിടത്തേക്ക് അല്ല ഓരോ ഓഫീസേഴ്സിനും ഞാൻ കണ്ടിട്ടും കാര്യങ്ങളും ഇതേപോലെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ വീടെന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ് സാർ. എൻ്റെ മക്കളുടെ എൻ്റെ സ്വപ്നമാണ്. ഞാൻ ചോദിച്ചോളൂ, നിങ്ങളിപ്പോൾ ആദ്യമായിട്ടല്ലേ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുന്നു? സാർ, പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നമുക്ക് പരിഹാരം ഉണ്ടാക്കുന്നുണ്ട് സാർ. എന്റെ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നത് എന്താ മാർഗം ഞാൻ ഇപ്പോൾ ചിന്തിക്കുക. നമുക്ക് ശരിയാക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് ഇന്നുണ്ട് കാര്യം നടക്കും സാർ. എന്റെ ഈ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ സാർ ഫയലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ശരി സാർ, ഞാൻ ഇരിക്കും. എന്താ പേരെന്ന് പറഞ്ഞോളൂ. അനിൽ ലാൽ. അനിൽ ലാൽ. ഇത് കൊടുത്ത ദിവസം എന്താണെന്ന്? 3 മാസത്തിന് മുമ്പാണ്. എന്നാലും ഒരു 12-ാം തീയതി 13-ാം തീയതിയാണ്. 3 മാസം 12. നവംബർ മാസത്തിലോ നവംബർ മാസത്തിലോ ഒക്ടോബർ മാസത്തിലാണ് തോന്നുന്നത്. ഒരു 12-ാം തീയതിയാണ് ഇവിടെ കൊണ്ട് കൊണ്ടുപോയി ആപ്ലിക്കേഷൻ. 2 മാസം നോക്കാം. നവംബർ, ഒക്ടോബർ 12. എൻ്റെ പേര് അനിലാൽ എന്നാണ്. 3 മാസം മുമ്പ് ആണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ കൊടുത്തത്. ഇതേവരെ അതിൻ്റെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല. അതിൻ്റെ നമ്പർ വല്ലതും ഉണ്ടോ? ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ അല്ല തന്നത്. അപ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ എഴുതാനിരിക്കുന്ന മുഹമ്മദ് റാവുത്തറിൻ്റെ കയ്യിൽ ഞാൻ ഈ ആപ്ലിക്കേഷനും ഇതെല്ലാം കൊടുത്ത് 200 രൂപയും ഞാൻ കൊടുത്ത് ഇതെല്ലാം ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്ത്, അങ്ങനെ റാവുത്തർ ഇത് വാങ്ങിച്ച് ഇവിടെ കൊടുത്തുവെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. റാവുത്തർ ഇവിടെ വന്നിട്ട് ഒരു 2 ആഴ്ചയായിട്ട് റാവുത്തറെ കാണാനുമില്ല. അതെനിക്ക് ഞാനിവിടെ ആപ്ലിക്കേഷൻ കൊടുത്തെന്നാണ് സാർ പറഞ്ഞത്. അല്ല, നമുക്ക് ഇതൊന്നും നോക്കാനേ ഏത് ദിവസമാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് നോക്കാൻ പറ്റൂ സാർ. അതൊക്കെ മുഹമ്മദ് റാവുത്തറിനെ അറിയാവൂ. ഞാൻ റാവുത്തറിൻ്റെ ഇതെല്ലാം കൊടുത്തിട്ട് പോവാണ്. എനിക്ക് അധികം ഒരു കാര്യം ഏകദേശം ഒരു ഡേറ്റ് പറഞ്ഞ് നോക്കട്ടെ. നമുക്ക് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു നവംബർ മാസം 13-ാം തീയതി ആണോ 14-ാം തീയതി ആണെന്നാ തോന്നുന്നത്. നവംബർ അല്ലേ? ഓണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 13. അനിൽ ലാൽ. അനിൽ. വീട്ടുപേരെന്ന് പറഞ്ഞാൽ? വീട്ടുപേര് അനിൽ ഭവൻ എന്നാണ്. അല്ല 14 നോക്കട്ടെ. 14 അല്ലില്ല, നവംബറിലില്ല. പിന്നെ ആ മാസം കൊടുത്തുള്ള നമ്മൾ ആപ്ലിക്കേഷൻ റാവുത്തർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ അത് വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണും. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും. ഒരു കാര്യം ചെയ്യും. ഇപ്പം നിങ്ങൾ എന്തിനാണ് ഈ റാവുത്തറിനൊക്കെ കാശ് കൊടുക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. റാവുത്തർ എൻ്റെ അടുത്ത് പറഞ്ഞു, റാവുത്തറാണ് ഇവിടുത്തെ എല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടെങ്കിൽ നമ്മുടെ സർക്കാർ നിങ്ങൾക്കെല്ലാം വേണ്ടി
ഒരു പുതിയ സേവനം തുടങ്ങിയിട്ടുണ്ട്. അത് കെ സ്മാർട്ട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് സേവനവും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണമൊക്കെ ആണെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളിനെ കണ്ടെത്തണം എന്നുള്ളത്, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളിനെ കണ്ടെത്തി ആ പ്ലാൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ കെ സ്മാർട്ടിൽ കയറി ഇതിൻ്റെ പെർമിഷനുള്ള സൈറ്റിൽ പോയിട്ട് ഇതെല്ലാം നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. പ്ലാനൊക്കെ അതിനകത്ത് സ്കാൻ ചെയ്ത് കയറ്റി വീട്ടിൽ ഇരുന്ന് തന്നെ എൻ്റർ ചെയ്ത് അതിൽ പറയുന്നത് എത്ര രൂപ പറയുന്നു ആ രൂപ നമ്മൾ അപ്പോഴേ തന്നെ ഓൺലൈൻ വഴി അടച്ചിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അവരൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരും, സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇത് ഈ പാവപ്പെട്ട ആൾക്കാർ റോഡിലും വഴിയിലും ഓഫീസുകളിലും കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത്തരത്തിലുള്ള ഈ സംവിധാനം എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇത് മാത്രമല്ല, കെട്ടിട പെർമിറ്റ് മാത്രമല്ല, ഓരോ മരണം വന്നു, ഒരു മരണ സർട്ടിഫിക്കറ്റ് വന്നു, നമ്മൾ ഓടില്ലേ, ഓണ്ട വീട്ടിൽ തന്നെ നമ്മൾ മൊബൈൽ വഴിയും ചെയ്യാം. അതെടുത്തിട്ട് സ്മാർട്ടിൽ കയറുക, ആവശ്യമുള്ള രേഖകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. 2-3 ദിവസത്തിനകത്ത് അതായിട്ടുണ്ടെന്ന് വേണ്ട നമുക്ക് മെസ്സേജ് വരും. അപ്പോഴേനും നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാത്തിനും വിവാഹം നടന്നു, വിവാഹ സർട്ടിഫിക്കറ്റ് വേണം, ഉണ്ട്. അങ്ങനെ എന്ത് തരം സേവനങ്ങൾക്കും ഇപ്പോൾ സർക്കാർ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ കാശ് കൊടുക്കുകയും സമയം കളയുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അത് പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതിയാണ്. ഇതെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു പുതിയ സംഭവമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇത്രത്തോളം സജീവമല്ല ഇത്തരം കാര്യങ്ങൾ. അപ്പം സാധാരണക്കാരനെ സഹായിക്കുന്ന, അവരുടെ വെൽഫെയർ നോക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴുള്ള ഇടതുപക്ഷ സർക്കാർ. അതാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ. അപ്പം മനുഷ്യനെ കണ്ട് ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം മനുഷ്യൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംവിധാനം പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി സർക്കാർ സേവനം വീട്ടുപടിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ല, കുറച്ചുകൂടെ പറഞ്ഞാൽ പോക്കറ്റിൽ. കാരണം എന്താ, മൊബൈലില്ലേ, ആ മൊബൈൽ എടുത്തിട്ട് നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിൽ എത്ര അർദ്ധരാത്രി വേണമെങ്കിലും ചെയ്യാം. അപ്പം അത്രയും സൗകര്യമില്ല. അപ്പം ഇനി നമുക്ക് ഇത് നോക്ക്, ആ റാവുത്തർ ഇവിടെ തന്നിട്ടില്ല കേട്ടോ, അതാ പറ്റിപ്പോയത്. നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചിട്ട്, ഇല്ലെങ്കിൽ വേണ്ട 200 രൂപ പോട്ടെന്ന് വയ്ക്ക്, 200 രൂപ ഞാൻ വേണോ ഞാൻ തരാം നിങ്ങൾക്ക്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഈ കെ സ്മാർട്ട് വഴി ഒന്ന് കൊടുക്കാൻ നോക്കും. ശരി സാർ. എല്ലാവരും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കെ സ്മാർട്ട് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കണം. കാരണം നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാ സേവനങ്ങളും പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് കെട്ടിട നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും, എന്തെങ്കിലും ടാക്സുകൾ അടയ്ക്കുന്ന കാര്യത്തിലായിരുന്നാലും, വിവാഹ രജിസ്ട്രേഷൻ ആയിരുന്നാലും, മരണ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കാര്യത്തിലായിരുന്നാലും എല്ലാം നമുക്ക് ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്പിലൂടെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സാധാരണക്കാരനെ കൂടുതൽ ദ്രോഹിക്കാതെ അവരെ കരുതിക്കൊണ്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എല്ലാവർക്കും സേവനം വീട്ടുപടിക്കൽ എന്ന പദ്ധതിയിലൂടെയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. എല്ലാവരും വീട്ടിൽ ഇരുന്ന് തന്നെ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മേ, ഞാനാണമ്മേ, സുരേഷ്. കാണാമോ? ആ കാണാം മോനെ, കാണാം. പറയും മോനെ. ഞാൻ ദുബായിൽ നിന്നും 3 ദിവസത്തേക്ക് ഖത്തറിലേക്ക് വന്നു, കമ്പനി ആവശ്യത്തിന് വേണ്ടി. ആ അതാണ് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. മോന്റെ റൂമിന് എന്ന് കാണുന്ന റൂമിലല്ലല്ലോ ഇന്ന് മോൻ ഇരിക്കുന്നത്. ഇപ്പൊ ഹോട്ടൽ റൂമിലാ അമ്മേ, ഖത്തറിലൊരു ഹോട്ടലിലാ. ആ മോനെ, മോന് സുഖമാണോ? സുഖമാണമ്മേ. അമ്മയ്ക്ക് സുഖമല്ലേ? ആ സുഖമാ മോനെ. അവളോടെ പോയി? അവളുടെ അമ്മയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയായിരുന്നല്ലോ. ആ, ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ അമ്മ ഇതുവരെ? അയ്യോ മോനെ, എന്ത് പറയാനാ, മാരേജ് സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയില്ല. അതെന്താ?
അത് ഞാൻ ആ കൃഷ്ണൻകുട്ടിക്ക് 1000 രൂപ കൊടുത്തിട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് ഒന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞതാ. ഇതുവരെ നടന്നില്ല മോനെ. ഇതുവരെയ്ക്കും മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നാലേ അമ്മേ, അവൾക്ക് ഞാൻ ദുബായിൽ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ആണോ മോനെ? സ്കൂളിൽ ടീച്ചറായിട്ടേ, അവള് B.Ed പാസ്സായതല്ലേ, അപ്പൊ ടീച്ചറായിട്ട് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ശരിയാക്കിയത്. അപ്പോ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഫാമിലി വിസയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അമ്മേ. അമ്മ എങ്ങനെയെങ്കിലും കൃഷ്ണൻകുട്ടിയോട് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം. ഓ ശരി മോനെ, ഞാൻ എന്തായാലും കൃഷ്ണൻകുട്ടിയോട് ഒന്നുകൂടെ ഞാൻ സംസാരിക്കട്ടെ മോനെ. മോനെ, മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒന്നും നടക്കില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാനും അല്പം ടെൻഷനിലാണ് അമ്മേ. ശരി മോനെ, എന്തായാലും ഞാനൊന്ന് സംസാരിക്കട്ടെ. മോനെ, പുറത്ത് ആരോ വന്നു, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ മോനെ. ശരി അമ്മേ, ഞാൻ പിന്നെ വരാം അമ്മേ. ഓക്കെ മോനെ, ഓക്കെ. സുലോചന ചേച്ചി. ശാലിനിയോ മോളെ? കേറി വാ, ഇരിക്കും മോളെ. ആ കസേരയും എടുത്തോ മോളെ. വിശേഷങ്ങൾ സുഖാണോ? ഓ സുഖം, ഇങ്ങനെ പോകുന്നു മോളെ. ഇതെന്താ ലാപ്പൊക്കെ ആയിട്ട് ദുബായിലെ മോനുമായിട്ട് വീഡിയോ കോളിലായിരുന്നോ? മോളെ, മോനുമായിട്ട് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അവിടെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? സുഖമായിട്ടിരിക്കുന്നു മോളെ. പക്ഷേ അവന്റെ കല്യാണം കഴിഞ്ഞ കാര്യം മോക്കറിയാമല്ലോ. ഒരുപാട് നാളായല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ ഇതുവരെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അതെന്തോ ചേച്ചി, മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തില്ലേ? അപ്ലൈ ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കലിരിക്കുന്ന കൃഷ്ണൻകുട്ടി നായരുണ്ടല്ലോ, പുള്ളിയിലേക്ക് 1000 രൂപ കൊടുത്താണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി തരാൻ പറഞ്ഞത്. അതൊക്കെ പണ്ടത്തെ കാര്യത്തല്ലേ ചേച്ചി. ഇന്നാണെങ്കിൽ സ്മാർട്ട് എന്നൊരു ആപ്പില്ലേ, നമ്മുടെ മൊബൈലിൽ കൂടെയോ നമ്മുടെ ലാപ്പിൽ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ വളരെ സുഗമമായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ആണോ മോളെ? ഇതാ കണ്ടില്ലേ ചേച്ചി, നോക്കിക്കേ, സ്മാർട്ട് എന്നൊരു ആപ്പ് ഉണ്ട്. ഇതുവഴി തന്നെ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകാം. നമുക്ക് ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റ് ഓഫീസിൽ പോവാതെ തന്നെ ക്യൂ നിൽക്കാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യാം. വിവാഹ രജിസ്ട്രേഷൻ ആയിരുന്നാലും മരണ രജിസ്ട്രേഷൻ ആയിരുന്നാലും എല്ലാം ഇതുവഴി അപ്ലൈ ചെയ്യാം. ഇതിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പൊ പിന്നെ അതിന് ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോൾ ചേച്ചി 1000 രൂപയൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. അയ്യോ മോളെ, ഇങ്ങനെ ഒരു ആപ്പുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്തായാലും മോളിത് പറഞ്ഞു തന്നല്ലോ, വളരെ നന്ദിയുണ്ട്. എന്റെ ഫോണിലും കൂടെ എനിക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് തരൂ മോളെ. പിന്നെന്താ ചേച്ചി, ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ചേച്ചി കണ്ടോ, ഞാനിതിൽ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വീട്ടിൽ ഇരുന്ന് തന്നെ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുക്കാം, സേവനങ്ങളൊക്കെ ഇതാക്കാം. ഇതാ ചേച്ചി. ഓ ശരി മോളെ, വളരെ നന്ദിയുണ്ട്. അതേപോലെ തന്നെ പിണറായി സർക്കാരിന് വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ആപ്പ് നമുക്ക് വേണ്ടിയിട്ട് തന്നതിന് വളരെ നന്ദിയുണ്ട്. സുലോചന ചേച്ചിയെ പോലെ തന്നെ ഒരുപാട് സാധാരണ വീട്ടമ്മമാർക്ക് ഇന്ന് അറിയാത്തതായി ഒരുപാട് സേവനങ്ങൾ നമ്മുടെ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് സ്മാർട്ട് എന്ന് പറയുന്ന ഈ മൊബൈൽ സേവനം. സ്മാർട്ടും വെബ്സൈറ്റും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ നൽകാം. അത് സർട്ടിഫിക്കറ്റ് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു ഓഫീസ് ക്യൂ നിൽക്കേണ്ട, ഒരു ഓഫീസ് പടിക്കൽ കയറി ഇറങ്ങേണ്ട, ഒരു കൃഷ്ണൻകുട്ടിയെ നമ്മൾ ആശ്രയിക്കേണ്ടതില്ല. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ സേവനങ്ങളെ എല്ലാം ലഭ്യമാകുന്ന തരത്തിൽ ഇന്ന് പിണറായി സർക്കാർ നമുക്ക് വേണ്ടി ഓൺലൈൻ സേവനങ്ങൾ വളരെ അധികം ലഭ്യമാക്കിയിട്ടുണ്ട്. പിണറായി സർക്കാരിന് എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു.